ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയ മാഗ്നറ്റിസം. ഓക്കെ, ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയ മാഗ്നറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ABC എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. എല്ലാ സ്റ്റേറ്റ്മെന്റും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുന്നതാണ് പറയണത്. ശരിയാണോ? അല്ല അല്ലേ. അൺലൈക്ക് പോൾസ് ആണ് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക. ഓക്കെ, നോർത്തും സൗത്തും ആണ് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക. നോർത്തും എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. അവരെന്താ ചെയ്യുക? റിപ്പലാണ് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞേക്കണത് ലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ അറൌണ്ട് ദ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈന് മാഗ്നറ്റിന്റെ എല്ലാ ഡയറക്ഷനിലും ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഓൾ ഡൈമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞത് എന്താ? ഓൾ ഡയറക്ഷൻ ആണ്. ഓക്കെ, രണ്ടും എന്താണ്? ഏകദേശം സെയിം ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന്റെ കാരണം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിന്റെ ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അതല്ലേ ഇവിടെ പറഞ്ഞേക്കണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ശരിയാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻ ഈസ് ഫ്രം ദ സൗത്ത് പോൾ ടു നോർത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈന് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലോട്ടാണെന്നാണ് പറയണത്. ശരിയാണോ? അല്ല അല്ലേ. കാരണം എന്താ? നോർത്ത് പോളിൽ നിന്ന് എങ്ങോട്ടാ മക്കളെ? സൗത്ത് പോളിലോട്ടാണ്. അല്ലാണ്ട് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലോട്ടാണോ? അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. അപ്പൊ ആകെ ഒരു ശരിയുള്ളൂ. അതേതാണ്? ബി ആട്ടാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദീസ് മെറ്റീരിയൽ വിൽ നോട്ട് ബി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത മെറ്റീരിയൽ ഏതാന്ന് ചോദിക്കണേ. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടില്ല. ഏതൊക്കെയാണ്? നിക്കൽ ഉണ്ട്, അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഇതിൽ അട്രാക്ട് ചെയ്യാത്തത് കോപ്പർ മാത്രമാണ്. ബാക്കി നിക്കലും അയണും കൊബാൾട്ട് എന്ത് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാഗ്നറ്റിക് കോമ്പസ് മേക്ക് യൂസ് എ മാഗ്നറ്റിക് കോമ്പസ് മേക്ക് യൂസ് ഓഫ് ദി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്താണ് ഉപയോഗിക്കുന്നത്? ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. കാന്തത്തിന് ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട് നമുക്കറിയാം. അത് ആരുപയോഗിച്ച്? മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുക. അത് വെച്ചാണ് അതിന്റെ എന്താണ് വർക്കിംഗ് നടക്കുന്നത്. എന്ത് പ്രോപ്പർട്ടി വെച്ചിട്ടാ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ട്ടാ. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? വൈ ഡസ് ദ മാഗ്നറ്റിക് നീഡിൽ ഓഫ് ദ കോമ്പസ് ഓൾവേസ് കം ടു റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് കോമ്പസിന് എന്തുണ്ട്? ഒരു നീഡിലുണ്ട്. ആ നീഡിൽ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കുള്ളൂ. അതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം കാന്തങ്ങള് മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വിട്ട് എന്ത് ചെയ്യും? അത് എന്താ ചെയ്യാ? അത് എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കും. അത് കാന്തത്തിന്റെ എന്താണ്? ഒരു പ്രോപ്പർട്ടിയാണ്. കാന്തങ്ങൾക്കുള്ള ഒരു കഴിവാണ്. എന്ത്? എങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കും. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ സോഫ്റ്റ് അയൺ കേസ്? വൈ? സാധാരണ മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചിട്ടാ? പ്ലാസ്റ്റിക്കും അലൂമിനിയം വെച്ചിട്ടാണ്. ഇനി സോഫ്റ്റ് അയൺ കേസ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാല് അത് വർക്ക് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. വർക്ക് ചെയ്യൂ? ഇല്ല അല്ലെ. നമുക്കറിയാം കാന്തങ്ങൾ സ്വാഭാവികമായിട്ടും എന്തിനെ ആകർഷിക്കും? ഇരുമ്പിനെ ആകർഷിക്കും ഇല്ലേ? ഒട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ നമുക്കറിയാം ഈ കോമ്പസിന്റെ നീഡിൽ എന്താണ്? ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഈ മാഗ്നറ്റ് സ്വാഭാവികമായിട്ടും അയൺ കേസ് വെച്ച് ഉണ്ടാക്കിയ അയൺ കേസിന് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ മാഗ്നറ്റ് നീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കൂല? ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാണിക്കൂല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ആ കാന്തം വന്ന് നിൽക്കൂല.
ഓക്കെ, ആ മെയിൻ നീഡിൽ വന്ന് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, നോർത്തും സൗത്തും ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ ഒരു കാന്തത്തിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതല്ലേ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യലാണ്. ഓക്കെ, അത് അയൺ കേസ് വെച്ച് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അയൺ കേസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, സ്യൂട്ടബിളി മാച്ച് കോളം എ ബി ആൻഡ് സി. നമുക്ക് 3 കോളം തന്നിട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാണ് പറഞ്ഞേക്കണേ. അപ്പൊ ആദ്യത്തെ കോളത്തിൽ ആരൊക്കെ ഉണ്ട് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്, സോഫ്റ്റ് അയൺ ഉണ്ട്, സ്റ്റീൽ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് മാച്ച് ആയിട്ടുള്ള എന്താണ് ഇവിടെ ഉള്ളത് നോക്കാട്ടാ. ഇലക്ട്രോ മാഗ്നറ്റ് ട്ടാ, ഗ്രേറ്റർ റിട്ടേണിറ്റിവിറ്റി, വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി, ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി. ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ അല്ലേ? ഇനി സോഫ്റ്റ് അയൺ, സോഫ്റ്റ് അയൺ എന്താ, ഗ്രേറ്റർ റിട്ടേണിറ്റിവിറ്റി ആണ്. അയൺ എന്താണ്, പെട്ടെന്ന് എന്താവില്ല, പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവില്ല. ഇനി മാഗ്നറ്റൈസ്ഡ് ആയാലോ ആ ഒരു മാഗ്നറ്റിന്റെ ശക്തി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യില്ല, വിട്ട് കൊടുക്കേയില്ല. ഓക്കെ, അയണിന്റെ ഒരു പ്രത്യേകത ആണ് എന്ത്, പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്ന് പറയും ഗ്രേറ്റർ റിട്ടേണിറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി റിട്ടേണിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടിയ മാഗ്നറ്റിസം എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അത് കളയില്ല. മാക്സിമം സമയം അതിന്റെ കൂടെ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിസം അത് നിർത്താൻ നോക്കും. ഓക്കെ, പെട്ടെന്ന് മാഗ്നറ്റിസം കിട്ടുന്ന ആളാരാണ്, സ്റ്റീലാണ്. ഓക്കെ, സ്റ്റീൽ എന്തായിരിക്കും, ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി ആയിരിക്കും കേട്ടാ. ഹയർ എബിലിറ്റി ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. ഞാൻ പറഞ്ഞില്ലേ, സസെപ്റ്റിബിലിറ്റി ഉള്ള ആൾക്ക് എന്തായിരിക്കുള്ളൂ, പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള കഴിവുണ്ടാവും, പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഹയർ റിട്ടേണിറ്റിവിറ്റി ഉള്ള ആൾക്കാർ എന്തായിരിക്കുള്ളൂ, കിട്ടിയ മാഗ്നറ്റൈസേഷൻ പെട്ടെന്ന് കളയാണ്ടിരിക്കാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ പറയുക, റിട്ടൈൻ, പെട്ടെന്ന് നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ. ഹയർ എബിലിറ്റി ടു റിട്ടൈൻ മാഗ്നറ്റിസം അക്വേർഡ്, കിട്ടിയ മാഗ്നറ്റിസം എന്ത് ചെയ്യില്ല, പെട്ടെന്ന് കൊടുക്കില്ല. ഓക്കെ, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് വോളിയം. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും എങ്ങനെ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എന്തിനെ പറ്റിയായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിനെ പറ്റിയായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് എത്രാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി, 4ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 3 മാഗ്നറ്റ് ആർ ഡെപിക്റ്റഡ്, അയൺ നെയിൽസ് ആർ അറ്റാച്ച്ഡ് ടു ദ പോൾ ഓഫ് ദി ഈച്ച് മാഗ്നറ്റ്, ചൂസ് ദ കറക്റ്റ് പിക്ചർ. ഓക്കെ, നമുക്ക് കുറച്ച് മാഗ്നറ്റുകൾ എന്നുണ്ട്, ആ മാഗ്നറ്റുകളുടെ പോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അയൺ നെയിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഈ 3 ഫിഗറിൽ ഏത് ഫിഗറാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇതിൽ ഏതായിരിക്കും കറക്റ്റ്, മാഗ്നറ്റ് ഇരിക്കണതെല്ലാം സെയിം ആണ്. ഓക്കെ, മേലയിൽ സൗത്തും അടിയിൽ നോർത്തും ആണ്. അയണിൽ ഇരിക്കുന്നതാണ് വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പൊ അവിടെയാണ് എന്തുണ്ടാവുക, എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇവിടെ സൗത്ത് പോള്, ഇവിടെ നോർത്ത് പോള്. ഇപ്പൊ നമ്മിങ്ങനെ അയണിൽ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും, അയണിൽ എന്ത് കിട്ടും, കാന്തിക ശക്തി കിട്ടും. ഓക്കെ, അപ്പൊ ഈ കാന്തിക ശക്തി കിട്ടുമ്പോ ഇവിടെ സൗത്ത് പോളും ഇവിടെ എന്ത് വരും, നോർത്ത് പോളും വരും. കാരണം എന്താ, അൺലൈക്ക് പോൾസ് നിയർ എൻഡിലും ലൈക്ക് പോൾസ് എന്തായിരിക്കുള്ളൂ, ഫർദർ എൻഡിലും ആയിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് തന്നെ ആയിരിക്കുള്ളൂ, ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഒരേ പോൾസ് ഒരുമിച്ച് വരുമ്പോ എന്തായിരിക്കും അവര് ചെയ്യുക, ഒരേ പോൾസ് ഒരുമിച്ച് വരുമ്പോ അവരെന്ത് ചെയ്യും, അവര് റിപ്പൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ നിൽക്കാൻ പറ്റും റിപ്പൽ ചെയ്യുമ്പോ, ഇല്ല അല്ലെ? അപ്പൊ ഇവിടെയാണ് അത് ഉണ്ടാവണെങ്കിലോ, ഇവിടെ അട്രാക്ഷൻ ആണ് ഉണ്ടാവണേ. ഓക്കെ, അപ്പൊ ഒരേ ബോൾസ് വരുമ്പോ അട്രാക്ഷൻ ഉണ്ടാവോ, ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരേ ബോൾസ് വരുമ്പോ അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ റിപ്പൽഷൻ പറഞ്ഞ കേസ് ചെയ്താ സി ആണ്. ഓക്കെ, എന്നിട്ടാണ് സി. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയില്ലേ? കാരണം എന്താ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, നിയർ എൻഡിൽ എന്തായിരിക്കുള്ളൂ, നിയർ എൻഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് അടുത്ത എൻഡ് എന്തായിരിക്കുള്ളൂ, അൺലൈക്ക് ബോൾ ആയിരിക്കും. ഫർദർ എൻഡിൽ എന്തായിരിക്കും, ലൈക്ക് ബോൾ ആയിരിക്കും. ഓക്കെ, ലൈക്ക് ബോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ആണെങ്കിൽ ഇവിടെയും തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഇൻസൈഡ് ദ മാഗ്നറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസസ് ത്രൂ സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണ്. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റിന്റെ പുറത്ത് നോർത്ത് പോൾ ടു സൗത്ത് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിന്റെ ഇൻസൈഡ് എന്തായിരിക്കുള്ളൂ, സൗത്ത് ടു നോർത്ത് ആയിരിക്കുള്ളൂ. ഓക്കെ,
ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോണേ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വെൻ ലൈക്ക് പോൾസ് ആൻഡ് അൺലൈക്ക് പോൾസ് ഓഫ് ടു മാഗ്നറ്റ് ബ്രോട്ട് നിയർ? ഓക്കെ, അപ്പൊ രണ്ട് മാഗ്നറ്റിന്റെ ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും ഒരുമിച്ച് കൊണ്ടുവരുമ്പോ എന്ത് സംഭവിക്കുന്നതാണ് പറയാൻ പോണേ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം, ലൈക്ക് പോൾസ് ഒരുമിച്ച് വരുമ്പോൾ, ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ നോർത്തും നോർത്തും. ഓക്കെ, രണ്ട് മാഗ്നറ്റിനെ എന്ത് ചെയ്യാണ്, നോർത്തും നോർത്തും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ ബെൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ സൈഡിലോട്ട് പോകും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എന്താ സംഭവിക്കുക, ബെൻഡ് ആയിട്ട് ഇങ്ങനെ ഓരോ സൈഡിലോട്ട് പോകും. ഓക്കെ, അതാണ് പറയണത്. മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ബെൻഡ് സൈഡ് വേസ് വെൻ ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് കം നിയർ ഈച്ച് അതർ. ഓക്കെ, രണ്ട് മാഗ്നറ്റിന്റെ ലൈക്ക് പോൾസ് ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈന് ബെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരിക്കും, അൺലൈക്ക് പോൾ വരുമ്പോ കേട്ടാ. അൺലൈക്ക് പോൾ എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്തും വരുമ്പോ എന്തായിരിക്കുള്ളൂ നോക്കി, വെൻ അൺലൈക്ക് പോൾസ് ഓഫ് എ മാഗ്നറ്റ് കം ക്ലോസ് ടു ഈച്ച് അതർ. അൺലൈക്ക് പോൾസ്, രണ്ട് മാഗ്നറ്റിന്റെ അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യാണ്, കം ക്ലോസ് ചെയ്യാണ്ടാ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വരുമ്പോ ദ പാത്ത് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു വൺ മാഗ്നറ്റ് ടു സൗത്ത് പോൾ ഓഫ് അതർ മാഗ്നറ്റ്. ഒന്ന് നോക്കി ഈ ഫിഗർ നോക്കി, രണ്ടെണ്ണം അങ്ങോട്ട് വരുമ്പോ ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് അടുത്ത മാഗ്നറ്റിന്റെ സൗത്ത് പോളിലോട്ടായിരിക്കും ആര് പോവാ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവാ. അപ്പൊ ഒരാശം കൂടി പറഞ്ഞുതരാം, രണ്ട് ലൈക്ക് പോൾസ് ഒരുമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ലൈന് ബെൻഡ് ആയിട്ട് പോവും. ഇനി അൺലൈക്ക് പോൾസ് വന്നാലോ, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് അടുത്ത മാഗ്നറ്റിന്റെ സൗത്ത് പോളിലോട്ട് എന്ത് ചെയ്യും, അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണ്. അതുപോലെ തന്നെ ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.